ഹലോ, അതാ അപ്പോൾ അങ്ങനെ റമദാൻ 8 കേട്ടോ. അപ്പോൾ നല്ല മഴക്കാറുണ്ട്. പ്രിയാസ്കത നോമ്പ് തുറക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നും നമ്മൾ പള്ളിക്കഞ്ഞി ഉപയോഗിച്ചിട്ടാട്ടോ നോമ്പ് തുറക്കുന്നത്. അതാ പള്ളിക്കഞ്ഞി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ റമദാൻ 8 അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കാൻ പോകുമായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ മിഞ്ഞാന്നത്തെ മഴയിൽ ഓലയൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ അപ്പോൾ മേഘങ്ങളൊക്കെ മറിയുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ട്. കണ്ടോ, കാറ്റടിക്കണം. വാങ്ക് വിളിക്കാനായി. നോമ്പ് സമയത്ത് ഒരു ക്ഷീണമൊന്നുമില്ല കേട്ടോ. ഈ ഒരു മഴക്കാറുള്ളത് ചൂടത്തിന് നിൽക്കുക. ഇപ്പം മഴ പെയ്യും കേട്ടോ. കാറ്റ്, നല്ല കാറ്റടിക്കുന്നുണ്ട്. കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങൾ? എന്താ, നമുക്കിന്ന് നോമ്പ് തുറക്കാൻ ചെറിയൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കടല, നമ്മളിന്ന് അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ പോകും കേട്ടോ. നോമ്പ് തുറക്കാനൊരു ജ്യൂസ്. അപ്പോൾ അതിനുള്ള ചെറുപഴം, പാല്, മിക്സിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര, പാല്, ചെറുപഴം, അവിൽ, ഇതൊക്കെ ഇട്ടിട്ട് ഒരു ജ്യൂസ്. പിന്നെ നമ്മുടെ എപ്പോഴത്തെ പോലെ പള്ളിക്കഞ്ഞി കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുത്തു. ബാക്കി ഞങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള കഞ്ഞിയുണ്ട്. പള്ളിക്കഞ്ഞി നമ്മൾ അവിടെ പോയി വാങ്ങണം കേട്ടോ. നമുക്ക് കൊണ്ടുവന്ന് തരൂല. നമ്മൾ അവിടെ പോയി വരുന്നെന്ന് വാങ്ങണം. നോമ്പ് 30-നും ഈ കഞ്ഞി എല്ലാ പള്ളിയിലും കിട്ടും കേട്ടോ. നമ്മുടെ പാലക്കാട് എല്ലാ പള്ളിയിലും കിട്ടും. പുറത്തുള്ള പള്ളികളിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഓരോ സ്ഥലത്ത് ഓരോ ഇതല്ലേ. അപ്പോൾ നമുക്ക് ഇത് നോമ്പ് 30-നും ഈ കഞ്ഞി കിട്ടും കേട്ടോ. ഫുള്ളൊന്നും കിട്ടില്ല, ബക്കറ്റിന് ഫുള്ളൊന്നും കിട്ടില്ല. കുറച്ച് ഒരു അരൻ്റെ തൊട്ട് കേട്ടോ, അത്രേ കിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ് ഈ കഞ്ഞിക്ക്. പക്ഷെ നമ്മൾ ഉണ്ടാക്കി പറഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. നമ്മളിത് എങ്ങനെ തലകുത്തി നിന്ന് ഉണ്ടാക്കാൻ നോക്കിയാലും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം ഇത് ആ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വാദ് അത് വേറെ ലെവലാണ് കേട്ടോ. അത് കുടിക്കാനും നമുക്ക് യോഗ ഉണ്ടാകണം. എല്ലാ കൊല്ലവും നമുക്കത് കിട്ടാൻ യോഗ ഉണ്ടാകട്ടെ എന്ന് അള്ളാനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ നിന്നിട്ട് വേണം അത് മേടിക്കാനായിട്ട്. ഇത് കുടിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കഞ്ഞിക്ക്. എനിക്ക് വട്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ റെൻഷി. പക്ഷെ അവൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അത്ര നല്ല, എന്താ പറയുക, 30 ദിവസം പള്ളിയിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്ന ഒരു അത്ഭുതം തന്നെയല്ലേ ഈ കഞ്ഞി കിട്ടുക എന്നുള്ളത്. ഇത് വാങ്ങാനായിട്ട് എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നറിയോ. ഇത് ആ സമയത്ത് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അത് വാങ്ങാൻ വേണ്ടി എത്ര ദൂരത്തുനിന്ന് ആൾക്കാർ വരും. അതിനൊരു ഭാഗ്യം ചെയ്യണം. കഞ്ഞി കുടിക്കാനും ഭാഗ്യം ചെയ്യണം. അപ്പോൾ ഇതാട്ടോ ബാങ്ക് വിളിക്കാനായി. നോമ്പ് തുറക്കട്ടെ. അസ്സലാമു അലൈക്കും.